ഹലോ സർ, എസ് ഐ അക്ബർ അലിയാണ്. ആ കൂനത്തറയ്ക്കടുത്ത് കാട്ടിൽ ഒരു ബോഡി കിടക്കുന്നു. ഇപ്പോൾ കുറേ ഫോൺ കോൾസ് വന്നായിരുന്നു. ഞാനും എസ് ഐ ചന്ദ്രനും കൂടി അങ്ങോട്ടേക്ക് പോകുവാണ്. ആ, അറിഞ്ഞു. ഇപ്പോൾ എന്നെ സൂപ്രണ്ട് സാർ വിളിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു. താനൊരു കാര്യം ചെയ്യേ, ആ ചാനലുകാരെയും പത്രക്കാരെയും ഒന്നും ആ സ്പോട്ടിലേക്ക് അടുപ്പിക്കാതെ നോക്കണം. ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ എത്തിയേക്കാം. ശരി സാർ, എന്നാൽ ഞങ്ങൾ പുറപ്പെടുക. ശരി. കിഷോർ ഫോൺ തിരികെ ബെഡിലേക്കിട്ടു. ഒരു അവധി ദിവസമാണെന്ന് കരുതി തലേന്ന് രാത്രി ആവശ്യത്തിലധികം മദ്യപിച്ചതിന്റെ ഹാങ് ഓവർ ഒട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒഴിഞ്ഞ വോഡ്ക കുപ്പി കാൽക്കൽ കിടപ്പുണ്ട്. അയാൾ ആയാസപ്പെട്ട് എണീറ്റ് നേരെ ബാത്റൂമിലേക്ക് പോയി. സർക്കിൾ ഇൻസ്പെക്ടർ ജയ് കിഷോർ, വയസ്സ് 30, അവിവാഹിതൻ. പോയകാല ജീവിതത്തിന്റെ വേദനിപ്പിക്കുന്ന ഏടുകൾ മറക്കാൻ എന്നുമുള്ള മദ്യപാനം ഒഴിച്ചാൽ ജോലിയിൽ സേനയിലെ ഏറ്റവും കഴിവുറ്റ ഓഫീസർ എന്ന് പേരെടുത്ത വ്യക്തി. കൊലപാതകമായാലും മോഷണമായാലും ദിവസങ്ങൾക്കുള്ളിൽ അത് തെളിയിക്കുന്നതിൽ അതിവിദഗ്ധൻ. കുറ്റാന്വേഷണത്തിലെ മികവുകൊണ്ട് ഷെർലക് ഹോംസ് എന്നൊരു ഇരട്ടപ്പേര് തന്നെയുണ്ട് ആൾക്ക്. അരമണിക്കൂറിനുള്ളിൽ കിഷോർ റെഡിയായി ഫ്ളാറ്റ് ലോക്ക് ചെയ്ത് പുറത്തിറങ്ങി. ഔദ്യോഗിക ജോലി ദിവസമല്ലാത്തതിനാൽ പേഴ്സണൽ വാഹനമായ സ്കോർപിയോ ആണ് എടുത്തത്. നിമിഷങ്ങൾക്കുള്ളിൽ അത് ചീറിപ്പാഞ്ഞുകൊണ്ട് മണൽത്തരികൾ തെറിപ്പിച്ച് കടന്നുപോയി. ഏകദേശം അരമണിക്കൂർ കൊണ്ട് കിഷോർ സ്പോട്ടിലെത്തി. സിഐയെ കണ്ടപാടെ മറ്റുദ്യോഗസ്ഥർ അടുത്തെത്തി സല്യൂട്ട് ചെയ്തു. ഇതു ശരിക്കും ഏതാ സ്ഥലം? കിഷോർ എസ് ഐ ചന്ദ്രനോട് ചോദിച്ചു. ഇത് കൂനത്തറ, ഒറ്റപ്പാലമാണ് സാർ. ചന്ദ്രൻ മറുപടി പറഞ്ഞു. ഓ, ആരാദ്യം ബോഡി കണ്ടത്? അപ്പുറത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരാ. ബോൾ അടിച്ചിട്ടത് എടുക്കാൻ വേണ്ടി പോയതാ സാറേ. അപ്പോളാ കണ്ടേ. ബോഡി ഐഡന്റിഫൈ ചെയ്തു. ഒരു ടെമ്പോ ഡ്രൈവറാ, തോമസ്. ഈ കരിങ്കല്ലും മെറ്റലും കമ്പിയുമൊക്കെ ലോഡ് കൊണ്ടുപോകുന്ന ആളാ. ലോറിയും ഓടിക്കും. അക്ബർ അലി തുടർന്നു. മരിച്ചു കിടക്കുവാന്ന് പറയില്ല. ദേഹത്ത് മുറിവോ അടുത്തെങ്ങും രക്തപ്പാടോ ഒന്നുമില്ല. പിന്നെ മൽപ്പിടുത്തം നടന്നതിന്റെ യാതൊരു ലക്ഷണവുമില്ല സാർ. കിഷോർ എല്ലാം ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. തുടർന്ന് മറ്റുള്ളവരോടൊപ്പം ബോഡി കിടക്കുന്ന സ്ഥലത്തേക്കെത്തി ബോഡിയും സമീപവും നല്ലപോലെ വീക്ഷിച്ചു. റോഡിൽ നിന്നും കുറച്ചുള്ളിലായി കുറ്റിക്കാട്ടിലാണ് ബോഡി കിടന്നത്. മടക്കി കുത്തിയ ലുങ്കിയും ഷർട്ടുമാണ് വേഷം. നല്ലപോലെ വേഷം ധരിച്ച ഒരു മനുഷ്യൻ എങ്ങനെയോ അതുപോലെയാണ് കിടക്കുന്നത്. ഷർട്ടിലോ ലുങ്കിയിലോ ചുളിവോ മൽപ്പിടുത്തം നടന്ന പോലെ യാതൊരു ലക്ഷണവും കാണാനില്ല. പക്ഷേ കണ്ണുകൾ തുറിച്ച് വായ ഒരു വശത്തേക്ക് കോടിയാണ് കിടന്നിരുന്നത്. ഇനി രാത്രി ഇവിടെ വന്നപ്പോൾ വല്ല അറ്റാക്കോ സ്ട്രോക്കോ വന്നതായിരിക്കോ? ഹെഡ് കോൺസ്റ്റബിൾ വേലായുധൻ സംശയം ഉന്നയിച്ചു. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഹെഡ് കോൺസ്റ്റബിൾ വേലായുധൻ. ഇല്ല വേലായുധൻ ചേട്ടാ, ഇതൊരു കൊലപാതകമാകാനാണ് സാധ്യത. ഇയാൾ ഇങ്ങനൊരു സ്ഥലത്ത് എന്തിനു വന്നു? മാത്രമല്ല അടുത്തെങ്ങും ഇയാളുടെ വാഹനമോ അല്ലെങ്കിൽ മറ്റൊരു തെളിവും കാണാനുമില്ല. അയാൾ കിടന്ന സ്ഥലം കണ്ടില്ലേ? അത്രയും ഭാഗത്ത് ശരീരത്തിന്റെ അടിയിൽ മാത്രം മണ്ണിളകി മാറിയിട്ടുണ്ട്. കിടന്ന് അമർന്ന പോലെ, പിടഞ്ഞ പോലെയല്ല. ഇതിപ്പോ അയാൾക്ക് ചുറ്റും ഒരില പോലും മാറിപ്പോയിട്ടുമില്ല. മണ്ണിനും ഇളക്കമില്ല. ദിസ് ഈസ് ലൈക്ക് എ മർഡർ. ഒന്നുകിൽ കൊലപ്പെടുത്തിയ ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ടതാകാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് മറ്റെന്തെങ്കിലും രീതിയിൽ കൊന്നതാകാം. ഇനി വിഷം കഴിച്ചതാണെങ്കിൽ കൂടി വായിൽ നിന്നും നുരയും പതയും രക്തവും ഒന്നും വന്നിട്ടില്ല. മരണവെപ്രാളം കാണാനുമില്ല. ഇതിലെ പോയാൽ അപ്പുറത്തെന്താ? തന്റെ നിഗമനത്തോടൊപ്പം കിഷോർ ചോദ്യം ഉന്നയിച്ചു. അപ്പുറത്തേക്ക് ഭയങ്കര കാടാ സാർ. അങ്ങോട്ടൊന്നും ആരും പോകാറില്ല, ചന്ദ്രൻ പറഞ്ഞു. ശരി, നമുക്കൊന്ന് പോയി നോക്കാം. താനും അലിയും കൂടെ വാ. നിങ്ങൾ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനുള്ള ഏർപ്പാട് ചെയ്. ഇത്രയും പറഞ്ഞ് കിഷോർ കാടിനുള്ളിലൂടെ അകത്തേക്ക് നടന്നു കയറി. നടന്ന് നടന്ന് അവർ ഏകദേശം 1/2 കിലോമീറ്ററോളം ഉള്ളിലെത്തി. കാട്ടുചെടികളെ വകഞ്ഞുമാറ്റി മുന്നോട്ട് നീങ്ങിയ അക്ബർ അലി പെട്ടെന്ന് എന്തോ കണ്ട് ഞെട്ടിവിറച്ചു. സർ! അലിയുടെ ഭയന്ന ഭാവവും ശബ്ദത്തിലെ വിറയലും കാരണം രണ്ടുപേരും അലി നോക്കിയ സ്ഥലത്തേക്ക് നോക്കി. മൂവരും ഒരേപോലെ സ്തബ്ധരായി. കാടിനു നടുവിൽ അവിടവിടെയായി മൊത്തം 4 പുരുഷന്മാരുടെ ബോഡികൾ. എല്ലാം തോമസിന്റെ മരണം നടന്ന പോലെ, കണ്ണുതള്ളി വായ കൂടി വിറങ്ങലിച്ച പോലെ. 4 പേര് മരിച്ചിട്ടും ഒരു വലിയ സംഘട്ടനം നടന്നതിന്റെ യാതൊരു തെളിവുമില്ല. ആരുടെയും ഷർട്ടിലോ ബനിയനിലോ ലുങ്കിയിലോ ഒന്നും ഒരു ചുളിവോ
പിടിവലി നടന്ന ലക്ഷണമോ ഒരു രക്തക്കറയോ ഇല്ല. ഇതുവരെ കണ്ട 5 ശരീരത്തിലും ഒരു തുള്ളി രക്തം പോലും പുറത്തു പോയിട്ടില്ല. ആകെ സമീപത്തുള്ളത് ഒഴിഞ്ഞ കുറെ മദ്യക്കുപ്പിയും ഭക്ഷണാവശിഷ്ടവും മാത്രമാണ്. ഇവന്മാരെ എനിക്കറിയാം. ആ തോമസിന്റെ കൂടെ ടെമ്പോയിലും ലോറിയിലൊക്കെ പണിക്ക് കൂടെ പോകുന്നവരാ. ഇത്രയും പേരെങ്ങനെയാ ഒരേ രീതിയിൽ മരിച്ചത്? ഇതാരോ പണി കൊടുത്തതാണല്ലോ സാറേ. സർവീസിൽ ആദ്യമായൊരു കൂട്ടക്കൊല കണ്ട അന്താളിപ്പിലും ഭയത്തിലും ചന്ദ്രൻ ചോദിച്ചു. കേസുകൾ തെളിയിക്കുന്നതിൽ അഗ്രഗണ്യനായ കിഷോറിന് പോലും പെട്ടെന്ന് ഒരു ഉത്തരം കിട്ടിയില്ല. അയാൾ സ്ഥലം അരിച്ചുപെറക്കി. പ്രത്യക്ഷത്തിൽ യാതൊരു തെളിവുമില്ല. പക്ഷേ ഇതിനോടകം ഈ 5 മരണങ്ങളും കൊലപാതകമാണെന്ന് അയാൾ ഉറപ്പിച്ചു. ഏറെ നേരം നോക്കിയിട്ടും ഒന്നും ലഭിക്കാതെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്ത് തിരിഞ്ഞു പോകുമ്പോഴാണ് മണ്ണിൽ അല്പം നനവുള്ളിടത്ത് ഒരു ചെരുപ്പിന്റെ പാടുപോലെ എന്തോ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. കിഷോർ അതിനടുത്തേക്കിരുന്ന് സൂക്ഷിച്ചു നിരീക്ഷിച്ചു. ശേഷം മൊബൈൽ ക്യാമറയിൽ അത് പകർത്തി. എന്തെങ്കിലും തെളിവ് കിട്ടിയോ സാറേ? ചന്ദ്രൻ ചോദിച്ചു. ഇല്ല ചന്ദ്ര. എത്ര സമർത്ഥമായി കുറ്റം ചെയ്താലും കുറ്റവാളി അയാൾ അറിയാതെ ഒരു തെളിവ് നൽകിയിരിക്കും. അത് കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ വിജയം. പോകാം. വേഗം ഈ 5 ബോഡിയും പോസ്റ്റ്മോർട്ടത്തിനയക്ക്. ഫോറൻസിക് ടീം വന്നെങ്കിൽ റിപ്പോർട്ട് വേഗം സബ്മിറ്റ് ചെയ്യണം എന്ന് വേലായുധൻ ചേട്ടനോട് പറഞ്ഞേക്ക്. അവർ തിരിച്ചു നടന്നു. രാത്രി വൈകി റൂമിലെത്തി കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിഷോർ കുറച്ചുനേരം ന്യൂസ് ചാനൽ കണ്ടിരുന്നു. കേരളത്തിലുടനീളം ചാനൽ ചർച്ചയിലും ന്യൂസ് അവറിലുമെല്ലാം കൊട്ടിയാഘോഷിക്കുന്നുണ്ട് കൂട്ടക്കൊലപാതകം. എല്ലാ വാർത്തകളിലും എടുത്തു പറയുന്നു തന്റെ പേര്. അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടർ ജയ്കിഷോറിന്റെ കീഴിലുള്ള പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ടി വി ഓഫ് ചെയ്ത് ഒരു ഗ്ലാസ് വിസ്കി കയ്യിലെടുത്ത് കിഷോർ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ ഒരുപാട് നേരം അകലേക്ക് നോക്കിയിരുന്നു. ചിന്തകൾ ഓരോന്നായി മനസ്സിലൂടെ കടന്നുപോയി. 5 കൊലപാതകങ്ങൾ, തെളിവുകളുടെ അഭാവം. നാളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും കിട്ടും. അതിനുശേഷം തന്നെ കാത്ത് ഒരു വലിയ ചുമതല. ഇതുവരെ അറ്റൻഡ് ചെയ്തതിൽ വളരെ കുഴപ്പം പിടിച്ച കേസാണിത്. വൈകിട്ടും സൂപ്രണ്ട് വിളിച്ച് കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞിരുന്നു. ചിന്തകൾ ഓരോന്നായി മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഏതോ നിമിഷത്തിൽ കിഷോർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അടുത്ത ദിവസം പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ. കാര്യങ്ങളുടെ ഗൗരവം ഞാൻ പറയാതെ തന്നെ അറിയാലോ കിഷോറിന്. പത്രക്കാരുടെയും ചാനലുകാരുടെയും ചോദ്യങ്ങൾക്ക് ഞാനാ മറുപടി പറയേണ്ടത്. പിന്നെ അങ്ങ് തലപ്പത്തിരിക്കുന്ന സാറുമാരോടും. അതുകൊണ്ട് വേഗം വേണം. ഒന്നല്ല, 5 കൊലപാതകങ്ങളാണ്. അന്വേഷണം വേഗം നടന്നില്ലേ തന്റെ തൊപ്പി പോകും. ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കണമെന്ന് ഇപ്പോൾ തന്നെ ഒരു മുറുമുറുപ്പുണ്ട് പലർക്കും. DYSP സത്യമൂർത്തി കിഷോറിനെ കാര്യങ്ങളുടെ ഗൗരവം അറിയിച്ചു. ശരി സർ, എല്ലാം എനിക്കറിയാം. ഐ വിൽ സോൾവ് ദിസ് കേസ് വിത്തിൻ ഡേയ്സ്. സല്യൂട്ട് ചെയ്ത് കിഷോർ സൂപ്രണ്ട് ഓഫീസിൽ നിന്നും ഇറങ്ങി. ഹെഡ് ക്വാർട്ടേഴ്സിന് വെളിയിൽ ഇറങ്ങിയതും മൊബൈൽ റിങ് ചെയ്തു. കിഷോർ ഡിസ്പ്ലേ നോക്കി. ഫോറൻസിക് സർജൻ ഗോവർദ്ധനാണ്. കിഷോർ കോൾ അറ്റൻഡ് ചെയ്തു. എത്രയും വേഗം തന്നെ വന്ന് കാണാൻ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് പോലീസ് ജീപ്പ് എടുത്ത് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ഗുഡ് മോർണിംഗ് കിഷോർ. ഗോവർദ്ധൻ കിഷോറിനെ സ്വാഗതം ചെയ്തു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞേ? കേസിനെ സഹായിക്കുന്ന എന്തെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും കണ്ടെത്തിയോ? ആകാംക്ഷ അടക്കാനാവാതെ കിഷോർ ചോദിച്ചു. അതെ, കണ്ടെത്തി. പക്ഷേ അതെങ്ങനെ വിവരിക്കണം എന്നെനിക്കറിയില്ല. കാരണം ഈ 5 പേരും തന്റെ നിഗമനം പോലെ കൊല ചെയ്യപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഒരു തുള്ളി രക്തം പോലും പുറത്തു വരാതെ മരിച്ചു. വിഷമദ്യമൊന്നുമല്ല കാരണം. പിന്നെന്തു പറ്റിയതാ ഡോക്ടർ? കിഷോറിന്റെ ആകാംക്ഷ വർദ്ധിച്ചു. പ്രത്യക്ഷത്തിൽ ശരീരത്തിൽ യാതൊരു മുറിവോ ക്ഷതമോ ഇല്ല. എന്നാൽ ശരീരത്തിനുള്ളിൽ പ്രധാനപ്പെട്ട എല്ലാ വൈറ്റൽ പോയിന്റ്സിലും അടിയേറ്റാണ് കൊല ചെയ്യപ്പെട്ടത്. അതിലെ ആശ്ചര്യം എന്താന്ന് വെച്ചാൽ 5 പേരും വെറും മിനിറ്റുകളുടെയും നിമിഷങ്ങളുടെയും വ്യത്യാസത്തിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ മർമ്മങ്ങളിലെ ക്ഷതങ്ങൾ ഒന്നും തന്നെ ഒരു ആയുധം ഉപയോഗിച്ച് ചെയ്തതല്ല. വെറും കൈ. ഗോവർദ്ധൻ പറഞ്ഞു നിർത്തി. വെറും കയ്യോ? ഇതൊരുമാതിരി സിനിമ പോലെ ആയല്ലോ. മർമ്മസ്ഥാനങ്ങളിൽ കൃത്യമായി അടിച്ചു കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ. കിഷോർ ആശ്ചര്യപ്പെട്ടു. കിഷോർ പറഞ്ഞത് ശരിയാ. ഒന്നാമത് 4-5 പേർ കൂട്ടമായിട്ടുള്ളിടത്ത് ഇതുപോലൊരു സാഹസം ഒറ്റക്കൊരാൾക്ക് കുറച്ചു പാടാണ്. മാത്രമല്ല രാത്രിയിൽ ഏകദേശം 10-നും 11-നും ഇടയിലാണ്
ഈ 5 കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത്. അതും ഒരേ സമയത്ത്. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്കിത് ചെയ്യാൻ സാധ്യമല്ല. കാരണം അങ്ങനെ നടന്നിരുന്നെങ്കിൽ ബോഡിയുടെ സമീപം അതിന്റെ ലക്ഷണങ്ങൾ കാണുമായിരുന്നു. പക്ഷേ ഇവിടെ ഓരോരുത്തരെയും പിടിച്ചു നിർത്തി നിമിഷങ്ങൾക്കുള്ളിൽ അടിച്ചു കൊന്നതുപോലെയാണ്. ഡ്രസ്സിൽ ഒരു ചുളിവ് പോലുമില്ല. ഈ മരിച്ച ആൾക്കാരെല്ലാം കല്ലുപണിക്കാരും മണലുവാരലും ഒക്കെയാണ് എന്നല്ലേ പറഞ്ഞത്? ഒറ്റയ്ക്കായാലും കൂട്ടമായിട്ടായാലും ആരോഗ്യമുള്ള ഇത്രയും പേരെ നേരിടുമ്പോൾ എന്തായാലും അതിന്റെ തെളിവുകൾ ശരീരത്തിലോ പരിസരത്തോ കണ്ടിരിക്കും. അതാണ് എന്നെയും ഇതിൽ കുഴയ്ക്കുന്നത്. ഫോറൻസിക് ടീം എന്തു പറയുന്നു? എന്തെങ്കിലും തെളിവുകൾ സംഭവസ്ഥലത്തു നിന്നും കിട്ടിയോ? ഗോവർദ്ധൻ തിരക്കി. പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു തെളിവും ലഭിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ഇറങ്ങുക. റിപ്പോർട്ട് റെഡിയായാൽ എടുക്കാൻ ഞാൻ ചന്ദ്രനെ വിടാം. ഇപ്പോൾ വേറെ കുറച്ച് പണിയുണ്ട്. എങ്കിൽ ശരി, കാണാം. ഡോക്ടർക്ക് നന്ദി പറഞ്ഞ് ഇറങ്ങിയ കിഷോർ അക്ബറിനെയും കൂട്ടി നേരെ പോയത് പാലക്കാടിന്റെ ഉൾഗ്രാമങ്ങളിലേക്കാണ്. വള്ളുവനാട് ചേരഭരണത്തിനു ശേഷം കേരളത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ട നാട്ടുരാജ്യങ്ങളിൽ ഒന്ന്. കേരളത്തിന്റെ ആയോധന കലയായ കളരിപ്പയറ്റിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന വടക്കൻ ഗ്രാമം. ഒരുപാട് കളരിക്കഥകൾ ഉറങ്ങുന്ന മണ്ണ്. മന്നിശ്ശേരി ഒതേനൻ ഗുരുക്കൾ. പ്രായം 90-നടുത്ത് വരും. പ്രായാധിക്യം കൊണ്ട് പഴയ പോലെ കളരിയിൽ പഠിപ്പിക്കാൻ ഇറങ്ങാറില്ലെങ്കിലും കേരളത്തിലെ പഴയകാല പ്രഗത്ഭരായ കളരിഗുരുക്കളിൽ ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ കിഷോർ തേടിയെത്തിയതും അദ്ദേഹത്തെയാണ്. കളരിയിലെത്തിയ പോലീസുകാരനെ കണ്ട് തലനരച്ച ഒരു മനുഷ്യൻ അടുത്തേക്കെത്തി. കിഷോർ അയാളോട് കാര്യങ്ങൾ ലഘുവായി പറഞ്ഞു. അവർ സംസാരിച്ച് മുന്നോട്ട് നടന്നു. ഞാൻ മന്നിശ്ശേരി രാഘവൻ ഗുരുക്കൾ. എൻ്റെ അച്ഛനാ നിങ്ങൾ അന്വേഷിക്കുന്ന ഒതേനൻ ഗുരുക്കൾ. അച്ഛൻ്റെ കൂടെ കളരിയിൽ വളർന്നതുകൊണ്ട് എനിക്ക് കളരി എൻ്റെ ജീവനെ പോലെയാ. തലമുറകളായി ഞങ്ങൾ കളരി അഭ്യസിപ്പിക്കുന്നവരാണ്. ഇപ്പോഴത്തെ കാലത്ത് ആരും പ്രാധാന്യം കൊടുക്കാറില്ല. എല്ലാവരും കരാട്ടെ കുംഫു ഒക്കെയാണ് താല്പര്യം. കളരി ഇന്നത്തെ കാലത്ത് പ്രദർശന കലയായി മാറി. ടൂറിസ്റ്റുകൾക്കും മറ്റും മുന്നിൽ കാണിക്കുക, അത്ര തന്നെ. എന്തിനേറെ പറയുന്നു, എൻ്റെ മകനെയും ഞാനും അച്ഛനും കുറേ പഠിപ്പിച്ചു. പക്ഷേ ആർമിയിൽ ജോലി കിട്ടിയപ്പോൾ അവനും പോയി. ഇപ്പോൾ ആർക്കാ ഇതിനൊക്കെ താല്പര്യം? സംസാരിച്ച് നടന്ന് നടന്ന് അവർ തറവാടിൻ്റെ ഒരു മുറിയിലെത്തി. അവിടെ കട്ടിലിൽ എന്തോ വായിച്ചിരിക്കുകയായിരുന്നു ഒതേനൻ ഗുരുക്കൾ. ഗുരുക്കളെ തൊഴുതു വണങ്ങി കിഷോർ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം എല്ലാം ശ്രദ്ധയോടെ കേട്ട് റിപ്പോർട്ടുകളും ഫോട്ടോകളും മാറി മാറി വീക്ഷിച്ചു. ശേഷം തുടർന്നു. നിങ്ങളുടെ നിഗമനങ്ങളൊക്കെ ശരിയാണ്. ഇത് മർമ്മവിദ്യയിലൂടെയാണ് ഈ 5 പേരും മരിച്ചിരിക്കുന്നത്. എല്ലാ കളരികൾക്കും അഭ്യാസമുറകളുണ്ട്. പക്ഷേ അപൂർവം ചിലർക്ക് നിഗൂഢമായ അടവുകളും മർമ്മവിദ്യകളും അറിയാം. ആശാന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരെ മാത്രമേ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നുള്ളൂ. ഫോട്ടോയിൽ നിന്നും റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത് ആ തോമസ് ഒഴികെ എല്ലാവരെയും പടുമർമ്മം ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരുതരം 12 മർമ്മങ്ങളാണിവ. ഒരുപാട് ആൾക്കാരോട് ഏറ്റുമുട്ടുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ വലിയൊരു സംഘട്ടനം ഇല്ലാതെ തന്നെ എല്ലാരെയും കൊല്ലാനോ ബോധരഹിതനാക്കാനോ സാധിക്കും. ക്ഷീണിത സ്വരത്തിൽ ഗുരുക്കൾ പറഞ്ഞു നിർത്തി. അപ്പോ തോമസ്? ആശ്ചര്യവും ആകാംക്ഷയും കലർന്ന സ്വരത്തിൽ കിഷോർ ചോദിച്ചു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആദ്യം അയാളെ തൊടുമർമ്മം ഉപയോഗിച്ച് ഞരമ്പു സന്ധികളിലെ ശരീരചലനങ്ങളും പ്രവർത്തനവും നിർത്തലാക്കി. അങ്ങനെ പറയാൻ കാരണം അയാളുടെ മുഖത്തെ കോടും പുറത്തേക്ക് സ്വൽപ്പം തള്ളിയ നാക്കുമാണ്. ശേഷം പടുമർമ്മം ഉപയോഗിച്ച് കൊലപ്പെടുത്തി. ഒരുപക്ഷെ തട്ടുമർമ്മവും ഉപയോഗിച്ചിരിക്കണം. അതുറപ്പില്ല. കാരണം ഗുരു ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കുന്ന രഹസ്യമർമ്മമാണിത്. മർമ്മസ്ഥാനത്തെക്കുറിച്ചുള്ള അറിവ് ദുർവിനിയോഗം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണത്. ഒരു പകതീർക്കാൻ എന്ന പോലെ മുറിവില്ലാതെ തന്നെ വലിയ വേദന അനുഭവിപ്പിച്ച് കൊന്നതാണ്. മുറിവിനേക്കാൾ വലുതാണ് മർമ്മത്തിലെ കൃത്യമായ അടിയിലുണ്ടാകുന്ന വേദന. സാധാരണ ഈ മർമ്മവിദ്യ വളരെ ചുരുക്കം ചിലർക്കേ അറിയൂ. അതും ഇത്രയ്ക്ക് കൃത്യമായി പ്രയോഗിക്കാൻ കഴിവുള്ള ആരും ഇന്നത്തെ കാലത്ത് ഇല്ലെന്ന് തന്നെ പറയാം. കിഷോർ എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. അപ്പോ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ഇപ്പോ പ്രായം ചെന്ന ആരെങ്കിലും ആണോ കൊലയാളി? അക്ബർ സംശയം ഉന്നയിച്ചു. ആയിരിക്കാം. പക്ഷേ അങ്ങനെ ഉറപ്പിച്ചു പറയാനും പറ്റില്ല. കാരണം അങ്ങനെ നോക്കുവാണെങ്കിൽ എന്നോളം പ്രായമുണ്ടാകണം.
അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു 60 വയസ്സിന് മുകളിൽ പ്രായം കാണണം. എന്നാലും ഈ പ്രായത്തിൽ മനസ്സിങ്ങനെയൊക്കെ ഒരു കൂട്ടക്കൊലയ്ക്ക് തയ്യാറായാലും ശരീരം സമ്മതിക്കില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ ഗുരുക്കൾ തുടർന്നു. എന്നെ എൻ്റെ അച്ഛനാണ് മർമ്മവിദ്യ പഠിപ്പിച്ചത്. ഞാൻ എൻ്റെ മകനെയും അവൻ ചെറുമകനെയും പഠിപ്പിച്ചു. തലമുറകൾ കൈമാറുന്ന പതിവുണ്ട് ഞങ്ങൾക്ക്. അല്ലെങ്കിൽ വിദ്യ അന്യം നിന്നു പോകും. പിന്നെ കുറച്ച് ശിഷ്യർ അന്നത്തെ കാലത്ത് മർമ്മവിദ്യ പഠിക്കണം എന്ന ആഗ്രഹം പറഞ്ഞിരുന്നു. പക്ഷേ അവരാരും അതിന് യോഗ്യരല്ലെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിന് തുനിഞ്ഞില്ല. അതെന്താ അവരാരും യോഗ്യരല്ലെന്ന് തോന്നിയത്? കിഷോർ സംശയം ഉന്നയിച്ചു. അവർ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യത തോന്നി, അതാ. ഗുരുക്കൾ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ഗുരുക്കളോട് യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങി. അക്ബർ അലിയാണ് വണ്ടി ഓടിച്ചത്. കിഷോർ സൈഡ് സീറ്റിൽ കണ്ണുകൾ അടച്ചു കിടന്നു. ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ സാറേ. ഇതിപ്പോ ഒരു തെളിവ് പോലുമില്ലാതെ എങ്ങനാ? വണ്ടിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അക്ബർ ചോദിച്ചു. ആ തോമസ് ആളെങ്ങനാ? കിഷോർ നാട്ടിൻപുറത്തുകാരനായ അക്ബറിനോട് ചോദിച്ചു. അയാൾ പണ്ടുതൊട്ടേ ഡ്രൈവറാണ് സാറേ. നല്ല വെള്ളമാ. അയാളുടെ കൂടെ ഈ മണൽ വാരാനും പാറ പൊട്ടിക്കാനുമൊക്കെ സ്ഥിരം പോകുന്നതാ ആ ബാക്കി 4 അവന്മാരും പക്കാ വെള്ളമാ. പിന്നെ ചില അടിപിടി കേസിലൊക്കെ സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. എന്റെ സംശയവും ഇങ്ങനെ ഇവന്മാരെല്ലാരും കൂടി പഞ്ഞിക്കിട്ട വല്ലവനും പണി കൊടുത്തതായിരിക്കുമെന്നാ. ഏയ്, ഒരിക്കലുമില്ല അക്ബർ. ഇവന്മാർക്കിട്ട് തല്ലാൻ ഇങ്ങനൊരു സ്ഥലം എന്തിനു തിരഞ്ഞെടുക്കണം? അതും രാത്രിയിൽ. മാത്രമല്ല, കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വന്നതാണ്. ഇനിയൊരു സംഘടന നടന്നാൽ അതിന്റെ തെളിവുകൾ ഉറപ്പായും കാണും. പക്ഷേ കണ്ടതല്ലേ, ഒരു ഇല പോലും മാറിക്കിടപ്പില്ല. എ പെർഫെക്റ്റ് മർഡർ. ഒരു ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽ ചെയ്തതുപോലെ ഒരു കൊല. പക്ഷേ ഒരു തെളിവ് പോലുമില്ല. ഒരുപക്ഷെ ഗുരുക്കൾ പറഞ്ഞ പോലെ ഒരുപാട് വർഷങ്ങളായി ഇതിൽ അഗ്രഗണ്യനായ 60 മുകളിൽ പ്രായം ചെന്ന ആരോ ഒരാൾ. അല്ല സാറേ, ഇനി നമ്മളാരും ചിന്തിക്കാത്ത കാര്യകാരണങ്ങളുണ്ടെങ്കിലോ? ഉം അക്ബർ, ഒരു കാര്യം ചെയ്യണം. ഈ തോമസിന്റെ പേരിലും മറ്റുള്ളവരുടെ പേരിലും എന്തെങ്കിലും അടിപിടി കേസോ ക്രിമിനൽ കേസോ അടുത്തെങ്ങാനും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. അതുപോലെ കൊലപാതകം നടന്ന രാത്രി പൂനത്തറ വഴി രാത്രി ഒരു 9-നും 11-നും ഇടയിൽ കണ്ടുപരിചയമില്ലാത്ത ആൾക്കാരോ വാഹനങ്ങളോ കടന്നു പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ശരി സർ. അക്ബർ തലകുലുക്കി ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. കിഷോർ സീറ്റിലേക്ക് ചാരിക്കിടന്ന് പുറത്തേക്ക് നോക്കി. ദീർഘനിശ്വാസം പൊഴിച്ചു. ഹൂ ഈസ് ദിസ് ഗൈ? രാത്രി ഡിന്നറിന് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കിഷോർ. ടി വിയിൽ ന്യൂസ് ചാനലിൽ കൊലപാതകം ഒരു രാഷ്ട്രീയ ആയുധമാക്കി ചാനൽ ചർച്ചകളിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഏറ്റുമുട്ടുന്നുണ്ട്. കൊലപാതകം നടന്നിട്ട് 4 ദിവസം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ കാര്യമായൊരു തെളിവും ലഭിച്ചില്ലെന്ന് മാത്രമല്ല, അന്വേഷണം മുന്നോട്ടു പോകാതെ വഴിമുട്ടി നിൽക്കുകയാണ്. ഭക്ഷണം കഴിഞ്ഞ് ഒരു പെഗ് വിസ്കി കഴിച്ച് കിഷോർ ഉറങ്ങാൻ കിടന്നതും മൊബൈൽ ബെൽ അടിച്ചതും ഒരുമിച്ചായിരുന്നു. ചന്ദ്രന്റെ പേര് ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കണ്ടു. കിഷോർ കോൾ അറ്റൻഡ് ചെയ്തു. ആ ചന്ദ്ര, പറ. വാട്ട്? എവിടെ? ഞാൻ ദാ എത്തി. മൊബൈൽ ബെഡിലേക്ക് എറിഞ്ഞ് വേഗത്തിൽ ഡ്രസ്സ് ചെയ്ത് കിഷോർ സ്കോർപ്പിയോ എടുത്ത് പാഞ്ഞു. ചാറ്റൽ മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. എസ് ഐ അക്ബർ അലിയും മറ്റു പോലീസുകാരും ടോർച്ചുമായി കാടിനുള്ളിലും മറ്റുമായി അരിച്ചു പറക്കുന്നുണ്ട്. ഫോറൻസിക് ടീം തെളിവുകൾക്കായി തിരയുന്നുണ്ടെങ്കിലും കാര്യമായി ഒന്നും ഇതുവരെ കണ്ടെത്തിയില്ല. കിഷോർ ബോഡിക്ക് ചുറ്റും നടന്ന് വിശദമായി പരിശോധിച്ചു. മുൻപ് നടന്ന കൊലപാതകങ്ങൾ പോലെ തന്നെയാണ് ഈ കൊലയും നടന്നിരിക്കുന്നത്. ആകെയുള്ള വ്യത്യാസം, സമൂഹത്തിൽ കുറച്ച് മാന്യതയുള്ള ഒരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നത് മാത്രമാണ്. ശേഖരമേനോൻ, റിട്ടയർഡ് KSEB ചീഫ് എഞ്ചിനീയർ. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇടയിൽ പ്രത്യേകിച്ച് മോശം അഭിപ്രായമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. റിട്ടയർ ചെയ്തിട്ട് 2 വർഷത്തോളമായി. ഈ സീരീസിലെ 6ാമത്തെ കൊലപാതകം അല്ലേ ഇൻസ്പെക്ടർ കിഷോർ? ഒരു പുച്ഛച്ചിരിയോടെ സീനിയർ ഇൻസ്പെക്ടർ ബാസ്റ്റിൻ കിഷോറിനെ നോക്കി പരിതപിച്ചു. കിഷോർ അതിന് മറുപടി നൽകാതെ ആകാശത്തേക്ക് നോക്കി മഴത്തുള്ളികൾ എണ്ണുന്നത് പോലെ നിന്നു. നിന്റെ പണി പോകുന്ന ലക്ഷണമാണല്ലോ കിഷോറെ. നിന്റെ സർക്കിളിൽ ഇതിപ്പോ 6ാമത്തേതാ. ഈ കണക്കിന് പോയാൽ ഈ നാട്ടുകാരുടെ കാര്യം കട്ടപ്പുകയാണല്ലോ.
ഒന്നും മുള്ളാൻ പോലും വിശ്വസിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി നാട്ടുകാർക്ക്. ഷെർലോക്ക് ഹോംസ് കട്ടയും പടവും മടക്കി വീട്ടിലെങ്ങാനും പോയിരിക്കെ. ഇതൊക്കെ ആൺപിള്ളേർ അന്വേഷിച്ച് കണ്ടെത്തിക്കോളും. കിഷോറിനെ പരിഹസിച്ചുകൊണ്ട് ബാസ്റ്റിൻ ജീപ്പിൽ കയറി ഇരുട്ടിലേക്ക് പാഞ്ഞു. പോലീസ് ട്രെയിനിങ് കോളേജിൽ തുടങ്ങിയ നീരസം കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടും രണ്ടുപേർക്കുമിടയിൽ തീർന്നിട്ടില്ല എന്നാലോചിച്ച് കിഷോർ മഴവെള്ളം മുഖത്ത് നിന്ന് തുടച്ചു കളഞ്ഞു. ഒന്നും കിട്ടിയില്ല സാർ. നിരാശയോടെ അക്ബറും ചന്ദ്രനും കിഷോറിന് മുന്നിൽ വന്നു നിന്നു. എന്റെ സർക്കിളിൽ അക്ബറിന്റെ സ്റ്റേഷൻ പരിധിയിൽ ഇതിപ്പോ 6ാമത്തെ കൊലയാണ്. എന്താ അക്ബർ ഇതൊക്കെ? കിഷോർ നിരാശയോടെ നിന്ന അക്ബറിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല സാറേ. എന്റെ പണി പോകുമെന്ന് തോന്നുന്നു. മോള് ജനിച്ചിട്ട് 2 ആഴ്ച ആയതേ ഉള്ളൂ. എനിക്കാകെ വട്ടാകുന്നു സാറേ. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അക്ബർ ജീപ്പിൽ ചാരിയിരുന്നു. അക്ബർ, ചന്ദ്രൻ, ഇൻക്വസ്റ്റ് തയ്യാറായെങ്കിൽ കഴിഞ്ഞ കൊലയുടെ ഫുൾ റിപ്പോർട്ടും കിട്ടിയ മറ്റു വിവരവുമായി രണ്ടുപേരും വേഗം വീട്ടിലേക്ക് വരണം. നമുക്കിനി വിശ്രമിക്കാൻ സമയമില്ല. കിഷോർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞതിനു ശേഷം ജീപ്പിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. കേസുകളെ പറ്റിയുള്ള ആഴമേറിയ ചിന്തകൾക്കും നിഗമനങ്ങൾക്കും കിഷോർ സാധാരണ തിരഞ്ഞെടുക്കുന്നത് തന്റെ ഫ്ളാറ്റിലെ ബാൽക്കണിയാണ്. തോമസിനെക്കുറിച്ച് അന്വേഷണം എന്തായി ചന്ദ്ര? കിഷോർ ചോദിച്ചു. സാറേ, ഞാൻ ആ കേസുകളെടുത്ത് നോക്കിയായിരുന്നു. എല്ലാം അതിരുതർക്കം, അതേ തുടർന്നുള്ള അടിപിടിയൊക്കെയാ. ഇവന്മാര് ടെമ്പോ കൊണ്ട് വല്ലവന്റെയും പുരയിടത്തിൽ കമ്പിയോ മണലോ കല്ലോ ഇറക്കാൻ പോകും. അതേ തുടർന്ന് ആരെങ്കിലുമൊക്കെയായി വഴക്കിടും. അങ്ങനത്തെ കേസുകളായെല്ലാം. ദാ സാർ, അതിന്റെ ഫുൾ റിപ്പോർട്ട്. ചന്ദ്രൻ റിപ്പോർട്ട് കിഷോറിന് കൈമാറി. റിപ്പോർട്ടുകളിലൂടെ കണ്ണോടിച്ച കിഷോറിന്റെ മിഴികൾ ഒരു പേജിലെത്തിയപ്പോൾ ഒന്ന് പിടഞ്ഞു. ഈ പേര് മാധവൻ മാഷ്. കിഷോർ ആരോടൊന്നില്ലാതെ പറഞ്ഞു. അത് സാറേ, കേട്ടിട്ടില്ലേ? സാർ ഇവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പുള്ള സംഭവമാ. 3 വർഷം മുമ്പ് ഒരു കുടുംബത്തിലെ എല്ലാവരും വിഷം കഴിച്ചു മരിച്ച കേസ്. മരിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് പൊതുമുതൽ നശിപ്പിച്ച കേസ് തോമസിനും കൂട്ടർക്കെതിരെ മാധവൻ മാഷ് കൊടുത്തിരുന്നു. അതാണിത്. അക്ബർ അലി പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു. ആ മാധവൻ മാഷിന്റെ കേസ് റിപ്പോർട്ട് ഒന്ന് വേണമല്ലോ അക്ബറെ. കിഷോർ റിപ്പോർട്ടിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. റിപ്പോർട്ട് വേണമെന്നില്ല സാറേ. എല്ലാം എനിക്ക് മനഃപ്പാടമാ. സത്യം പറഞ്ഞ മനുഷ്യത്വമുള്ള ആർക്കും സഹിക്കില്ല സാറേ. ഞാനാ ആ ആത്മഹത്യാ കേസ് അന്വേഷിച്ചത്. അക്ബർ തുടർന്നു. കിഷോർ ശ്രദ്ധയോടെ കേട്ടിരുന്നു. മാധവൻ മാഷ് എല്ലാവർക്കും ഒരേപോലെ പ്രിയപ്പെട്ട മികച്ച അധ്യാപകനുള്ള അവാർഡ് വരെ വാങ്ങിയ ഒരു സാധാരണ മനുഷ്യൻ. അച്ഛനും അമ്മയും ഒറ്റ മകളും അടങ്ങുന്ന കുടുംബം. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഉറച്ചിരുന്നു. വിവാഹത്തിന് ഏകദേശം 2 മാസം മുമ്പായിരുന്നു ഈ കൂട്ട ആത്മഹത്യ. ആകെ വീടും അതിലെ പുറകിലെ പുരയിടവുമായിരുന്നു അവർക്കാകെയുള്ള സ്വത്ത്. അത് വിൽക്കാനുള്ള എല്ലാം ആയതായിരുന്നു. അത് വിറ്റ് മകളുടെ കല്യാണം നടത്താൻ വേണ്ടിയായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. നല്ല മനുഷ്യരെ ദൈവം ദ്രോഹിക്കും ചിലപ്പോഴൊക്കെ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ടെമ്പോ നിറച്ച് പണിസാധനങ്ങളും കമ്പിയുമൊക്കെയായി ഈ പറഞ്ഞ തോമസും ബാക്കിയുള്ളവന്മാരും അവിടെ എത്തി. വണ്ടി അകത്തോട്ട് കയറാനുള്ള സൗകര്യം ഇല്ലാത്തോണ്ട് അവന്മാർ അവിടുത്തെ മതിലെല്ലാം ഇടിച്ചിളക്കാൻ തുടങ്ങി. മാഷ് വീട്ടിലില്ലായിരുന്നു. ഇത് കണ്ട് അലറി വിളിച്ചു വന്ന ഭാര്യയോടും മകളോടും അവന്മാർ ഒരു മയമില്ലാതെയാണ് പെരുമാറിയത്. പിന്നെയാ കാര്യമറിഞ്ഞത്. അദ്ദേഹത്തിന്റെ വീടിന്റെ പുറകിലത്തെ പുരയിടത്തിൽ 11 kV ലൈനിന്റെ ഒരു ടവർ വരാൻ പോകുന്നുവെന്ന് കേട്ടപാടെ ആ സ്ത്രീ ബോധം കെട്ട് വീണു. പിന്നെ നാട്ടുകാർ ഇടപെട്ട് പണി തൽക്കാലം നിർത്തിവെപ്പിച്ചു. അന്ന് മാഷ് സ്റ്റേഷനിൽ വന്ന് തോമസിന്റെയും മറ്റുള്ളവരുടെയും പേരിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ഗവൺമെന്റ് ഓർഡർ അല്ലേ, പണി പിന്നെയും തുടർന്നു. ഒടുവിൽ സ്ഥലവിൽപ്പന നടക്കാതെ വരുമെന്ന് മനസ്സിലാക്കിയ മാഷും കുടുംബവും കല്യാണം മുടങ്ങുമെന്ന നാണക്കേടോർത്ത് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഇതായിരുന്നു സാറേ സംഭവം. അക്ബർ പറഞ്ഞു നിർത്തി. എല്ലാം ഒരു നെടുവീർപ്പോടെ കേട്ടിരുന്നു കിഷോർ. കുറെ നേരത്തേക്ക് അയാൾ ഒന്നും മിണ്ടിയില്ല. ശേഷം എഴുന്നേറ്റ് ബാൽക്കണിയുടെ കൈവരിയിലേക്ക് നടന്നു. ചന്ദ്രനും അക്ബറും പരസ്പരം നോക്കി. എന്നിട്ട് ആ ആത്മഹത്യാ കേസ് ജെനുവിനായിരുന്നോ? കിഷോർ സംശയം പ്രകടിപ്പിച്ചു. അതെ സാറേ, അവരെല്ലാം വിഷം കഴിച്ചാ മരിച്ചത്. പിന്നെ വലിയ കോളിളക്കമുണ്ടാക്കിയ കേസായതുകൊണ്ട് അധികമൊന്നും അന്വേഷിക്കണ്ടെന്ന് സൂപ്രണ്ട് സാറും പറഞ്ഞു. അങ്ങനെ അത് ആത്മഹത്യയാക്കി ഫയൽ ക്ലോസ് ചെയ്തു. അപ്പോ ആ തോമസിന്റെ കേസോ?
അതു പിന്നെ വാദിയില്ലേൽ പ്രതിയുണ്ടോ, പരാതിയുണ്ടോ? മാഷ് മരിച്ചതോടെ ആ കേസും ഒരു വഴിക്കായി. അവസാനം സൂപ്രണ്ട് സാർ പറഞ്ഞ് അതും ക്ലോസ് ചെയ്തു. അപ്പോ അന്ന് തന്ന ആ പരാതിയിലുണ്ടായിരുന്ന തോമസ് ഉൾപ്പെടെ എല്ലാരും കൊല ചെയ്യപ്പെട്ടു അല്ലേ? കിഷോർ തിളങ്ങുന്ന കണ്ണുകളോടെ അക്ബറിനെയും ചന്ദ്രനെയും നോക്കി ചോദിച്ചു. അതെ സാർ. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരുടെയും പരാതിയിൽ ഇവന്മാരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം നമുക്കിത് ഈ മാധവൻ മാഷിന്റെ കേസുമായി ലിങ്ക് ചെയ്യാൻ പറ്റുമോ? ചന്ദ്രൻ സംശയം ഉന്നയിച്ചു. ചന്ദ്ര, ഈ മാധവൻ മാഷ് തന്ന പരാതി എന്തായിരുന്നു? അനധികൃതമായി വസ്തുവിൽ കടന്നുകയറ്റം, ബലപ്രയോഗം, പൊതുമുതൽ നശിപ്പിക്കൽ. ചന്ദ്രൻ മറുപടി പറഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു ചന്ദ്ര ആ കടന്നുകയറ്റവും നശിപ്പിക്കലും? അത് പിന്നെ സാറേ, മറ്റേ കറണ്ടിന്റെ ടവർ ഉണ്ടാക്കാനും ലൈൻ വലിക്കാനും. ആരാ ചന്ദ്ര ഇന്ന് രാത്രി കൊല്ലപ്പെട്ടത്? മുൻ KSEB ചീഫ് എഞ്ചിനീയർ ശേഖരമേനോൻ. അക്ബറിന്റെയും ചന്ദ്രന്റെയും മിഴികൾ തമ്മിൽ കോർത്തു. അവർ എണീറ്റ് കിഷോറിന് സമീപം ചെന്നു. സാർ പറഞ്ഞു വരുന്നത്? അക്ബർ കിഷോറിന്റെ മുഖത്തേക്ക് നോക്കി. സിമ്പിൾ. 3 വർഷം മുമ്പ് നടന്ന ആ കൂട്ടാത്മഹത്യക്ക് കാരണക്കാർ ആയവരോട് പകരം ചോദിക്കാൻ ആരോ എത്തിയിരിക്കുന്നു. ക്ഷമയോടെ 3 വർഷം കാത്തിരുന്ന ഒരാൾ. ഈ സീരീസിൽ ഇനിയും കൊലപാതകം നടക്കും. അത് തടയണമെങ്കിൽ കൊലപാതകി ആരാണെന്നല്ല ആദ്യം അറിയേണ്ടത്, അടുത്ത ഇര ആരാണെന്നാണ്. പക്ഷെ അതിന് നമ്മുടെ കയ്യിൽ ഒരു തെളിവില്ലാത്ത സ്ഥിതിക്ക്. കിഷോർ പറഞ്ഞു നിർത്തി. അക്ബറും ചന്ദ്രനും കാതോർത്തു. നമ്മൾ റീഓപ്പൺ ചെയ്യാൻ പോകുന്നു മാധവൻ മാഷിന്റെ ആത്മഹത്യാ കേസ്, കിഷോർ ആവേശത്തോടെ പറഞ്ഞു. ചന്ദ്രനും അക്ബറും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതേപോലെ ചെയ്യണം. ഞാൻ അറിയിക്കാം. ഇപ്പോ പൊക്കോളൂ. കിഷോർ അവരെ യാത്രയാക്കി. സല്യൂട്ട് ചെയ്ത് രണ്ടുപേരും ഇറങ്ങി. കിഷോർ വിസ്കി കയ്യിലെടുത്ത് അകലേക്ക് നോക്കി ബാൽക്കണിയിൽ നിന്നു. സമയം അർദ്ധരാത്രി ആയിരുന്നു. മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. ഭൂതകാലം ഓരോന്നായി അയാളുടെ മനസ്സിനെ തലോടി. ഫുൾ ബോട്ടിൽ വിസ്കിയും കുടിച്ചു തീർത്ത് കിഷോർ അവിടെ തന്നെ കിടന്നു. എപ്പോഴോ നിദ്രാദേവി അയാളെ തഴുകി. കിഷോർ ഗാഢമായ നിദ്രയിലാണ്ടു. അടുത്ത ദിവസം കിഷോർ ഏറെ നേരം കണ്ണുകളടച്ച് ദേവിയുടെ നടക്കൽ നിന്ന് തൊഴുതു. വളരെ നാളുകൾക്ക് ശേഷമാണ് അയാൾ ഒരു ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നേരം അയാൾ ക്ഷേത്രത്തിനുള്ളിൽ ചെലവഴിച്ചു. എന്റെ ചിനക്കത്തൂർക്കാവിൽ ഭഗവതി, ദേവി കാത്തോണേ. ഉച്ചത്തിലുള്ള പ്രാർത്ഥന കേട്ട് കിഷോർ കണ്ണുകൾ തുറന്നു. വളരെ പ്രായം ചെന്ന് കുറുകിയ കൂനിക്കൂടിയ ഒരു വൃദ്ധൻ. കിഷോർ ക്ഷേത്രത്തിന് പുറത്തിറങ്ങി നെറ്റിയിൽ ചന്ദനക്കുറി അണിഞ്ഞു. പുറകെ ആ വൃദ്ധനും. അയാൾ കിഷോറിനെ ആകമാനം ഒന്ന് നോക്കി. ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ, മോനെ ഏതാ? വൃദ്ധൻ കിഷോറിനെ നോക്കി കിതച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ കുറച്ച് ദൂരേന്നാ. ഗൾഫിലാ ജോലി. നാട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട്. ഇപ്പോ നാട്ടിൽ വന്നിട്ട് കുറേ കൊല്ലായി. എന്റെ പരിചയത്തിൽ ഒരു സാറുണ്ടായിരുന്നു ഇവിടെ അടുത്ത്, മാധവൻ മാഷ്. അദ്ദേഹത്തെ കാണാൻ വന്നതാ. പക്ഷേ ഇവിടെ വന്നപ്പോഴാ മാഷ് മരിച്ച കാര്യം അറിഞ്ഞത്. തിരിച്ചു പോകുന്നതിന് മുമ്പ് ക്ഷേത്രത്തിലൊന്ന് തൊഴുതു. കിഷോർ വിനീതനായി പറഞ്ഞു. ഓ, മോൻ ഇവിടത്തുകാരനല്ലല്ലേ? തെക്കൂന്നാണല്ലോ. സംസാരം കേട്ടിട്ട് തോന്നിയോണ്ട് ചോദിച്ചതാ. വൃദ്ധൻ ഒരു പുഞ്ചിരിയോടെ കിഷോറിനോട് തിരക്കി. അതെ, പത്തനംതിട്ടയാ എന്റെ സ്ഥലം. പന്തളമെന്ന് കേട്ടിട്ടുണ്ടോ? ആ, അറിയാം. നമ്മുടെ അയ്യപ്പസ്വാമിയുടെ സ്ഥലമല്ലേ? മാധവൻ മരിച്ചിട്ടിപ്പോ ഒരു 3 വർഷം കഴിഞ്ഞു കാണും. ആ വീടും സ്ഥലവും പോയി. സ്ഥലത്ത് ആ ടവർ വന്നപ്പോ ആരും അങ്ങോട്ട് പോകാതായി. അതിപ്പോ കാടുകയറി കിടക്കുക. അതും പറഞ്ഞ് വൃദ്ധൻ വേച്ച് നടന്നു. പിന്നാലെ കിഷോറും. ഈ ടവർ വരുന്ന കാര്യമൊന്നും മാഷും കുടുംബവും നേരത്തെ അറിഞ്ഞില്ലേ? കിഷോർ തിരക്കി. മോനെ, എന്തൊക്കെയോ പിന്നാമ്പുറ കളികൾ നടന്നിരുന്നു. മാധവന് ആകെയുള്ള സമ്പാദ്യമായിരുന്നു ആ സ്ഥലം. ഭാര്യ കനകമ്മാൾ, ഒറ്റമോള ആർദ്ര. നല്ല ഐശ്വര്യമുള്ള പുള്ള. അവളുടെ കല്യാണത്തിന് വിൽക്കാൻ വെച്ചതാ സ്ഥലം. കല്യാണമെല്ലാം ഉറച്ചതായിരുന്നു. പയ്യൻ നല്ലൊരു കുട്ടി. നല്ല പണിയുമുണ്ടായിരുന്നു. പട്ടാളത്തിലായിരുന്നു. പക്ഷേ കല്യാണത്തിന് 2 മാസം മുമ്പായിരുന്നു ഈ സംഭവമെല്ലാം നടന്നത്. കല്യാണ ചിലവിന്
നടത്താൻ വേറെ വഴിയില്ലാതെയായി. മുടങ്ങുമെന്ന് നാണക്കേടോർത്തായിരിക്കും മാധവൻ ഭാര്യയും മകളെയും കൂട്ടി പൊയ്ക്കളഞ്ഞു. വിഷം കഴിച്ചതാ. അതൊക്കെ വലിയ ചതിയായിരുന്നു എന്ന് പിന്നീടറിഞ്ഞു. അന്നത്തെ ചീഫ് എഞ്ചിനീയർ പറ്റിച്ച പണിയാ. ശരിക്കും ടവർ വരേണ്ടത് വേറൊരു സ്ഥലത്തായിരുന്നു. അതേതോ ഒരു പോലീസുകാരന്റെ സ്ഥലമായിരുന്നു. അന്താള് ചീഫ് എഞ്ചിനീയറെയും കൂട്ടുപിടിച്ച് സർക്കാരിൽ എന്തൊക്കെയോ തിരിമറി നടത്തി അത് മാധവന്റെ സ്ഥലത്തൂടെയാക്കി. അവര് വന്ന് വേലിത്തറയൊക്കെ പൊളിച്ചു നീക്കി. അവന്മാർക്ക് ഭ്രാന്ത്. ആ, എല്ലാം വിധി. വൃദ്ധൻ ആയാസപ്പെട്ട് പറഞ്ഞു നിർത്തി. കിഷോർ കുറച്ചുനേരം നിശബ്ദനായി നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ചോദിച്ചു, ഏതാ ഈ പറഞ്ഞ പോലീസുകാരൻ? അറിയില്ല കുട്ടി. അതൊന്നും ആരും തിരക്കിയില്ല. അവർക്ക് വേറെ സ്വന്തങ്ങളില്ല. എന്നാ ഞാൻ പോട്ടെ, തിരക്കുണ്ട്. പീടികയിലൊന്ന് കയറണം. വൃദ്ധൻ നടന്നു നീങ്ങി. പിന്നെയും കിഷോർ കുറേ നേരം അവിടെ ചെലവഴിച്ചു. തന്റെ രീതിയിൽ ചെറിയ ചില അന്വേഷണങ്ങൾ നടത്തിയ ശേഷമാണ് കിഷോർ തിരിച്ച് റൂമിലെത്തിയത്. റൂമിലെത്തിയ പാടെ കുളി കഴിഞ്ഞ് അലച്ചിലിന്റെ ക്ഷീണം കാരണം അയാൾ ബെഡിലേക്ക് മറിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ ഗാഢനിദ്രയിലാണ്ടു. അച്ഛനും അമ്മയും മകളും. അവർ ആർത്തുല്ലസിക്കുന്നു. മകളെ ഊഞ്ഞാലാട്ടുന്നു. അവൾക്ക് പിറന്നാൾ ഊട്ടുന്നു. അവൾ ധാവണിയുടുത്ത് പാടവരമ്പിലൂടെ ഓടി നടക്കുന്നു. പെട്ടെന്ന് വഴിയിൽ കാത്തുകിടന്ന ഒരു സർപ്പം ആ പെൺകുട്ടിയെ ദംശിച്ചു. അവൾ ബോധരഹിതയായി നിലംപതിച്ചു. അലർച്ചകൾ, മുറവിളികൾ. അവളുടെ ശരീരം കരിനീലച്ചു. കിഷോർ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. അയാളുടെ ശരീരമാകെ വിയർത്തു കുളിച്ചിരുന്നു. പുറത്ത് മഴ തകർത്തു പെയ്തു. രാത്രി അതിന്റെ കാഠിന്യത്തിലെത്തിയിരുന്നു. ഇടയ്ക്കിടെ മിന്നലും നേരിയ ഇടിയും വന്നുകൊണ്ടിരുന്നു. അതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകളും കേസുകളുടെ വിവരങ്ങളുമെല്ലാം മുന്നിൽ നിരത്തി കിഷോർ. തന്റെ 6-ാം ഇന്ദ്രിയം കൊണ്ട് കിഷോർ കുരുക്കുകൾ ഓരോന്നായി അഴിക്കാൻ ശ്രമിച്ചു. ഒരുപാട് നിഗമനങ്ങളും ഊഹാപോഹങ്ങളും മനസ്സിലൂടെ കടന്നുപോയി. മരണത്തിന് പകരം ചോദിക്കാൻ ആരുമില്ലാത്ത മാഷിന്റെ കുടുംബം. എന്നാൽ 3 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രതികാരം. ഒരു മുറിവ് പോലുമില്ലാതെ മർമ്മക്ഷതമുണ്ടാക്കി ഇരകളെ കൊല്ലുന്ന കൊലയാളി. കൊല ചെയ്യുന്നത് കാടിനുള്ളിൽ വെച്ച്. ആരും കാണാതെ ഏതു മറവിലും ഏതുരുട്ടിലും ഒളിച്ചു വരാൻ കഴിവുള്ളവൻ. നിഗമനങ്ങൾ ഓരോന്നായി മനസ്സിലൂടെ കടന്നുപോയപ്പോഴാണ് മൊബൈൽ റിങ് ചെയ്തത്. കിഷോർ ഡിസ്പ്ലേ നോക്കി. ഫോറൻസിക് വിഭാഗം സയന്റിഫിക് അസിസ്റ്റന്റ് രാഹുലാണ് വിളിക്കുന്നത്. കിഷോർ കോൾ അറ്റൻഡ് ചെയ്തു. ആ, പറ രാഹുലേ. സർ, ഇത് ശരിക്കും ഒഫീഷ്യലല്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, അത്രയുള്ളൂ. അന്ന് സാർ എനിക്ക് അയച്ചു തന്ന ഫോട്ടോയില്ലേ, ഒരു ഫുട് പ്രിന്റ് പോലെ തോന്നിയത്? അത് അനലൈസ് ചെയ്തു. എന്നിട്ട്? അത് ചെരുപ്പിന്റെ പാടല്ല. അത് ആർമിക്കാർ ഉപയോഗിക്കുന്ന ബൂട്ടിന്റെ പാടാണ്. വാട്ട്? കിഷോർ വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു. അതെ സാർ, അത് ആർമി ബൂട്ടാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാനത് ഇന്റലിജൻസിലെ എൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്തായിരുന്നു. അതിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇത് ആർമിയിലെ പാരാ കമാൻഡോസ് ഉപയോഗിക്കുന്ന ഒരു തരം കോമ്പാക്ട് ബൂട്ട്സ് ആണെന്നാണ്. സ്പെഷ്യലി ഫോർ ജംഗിൾ വാർഫെയർ. കിഷോറിന്റെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു. ശരി, താൻ വെച്ചോ, ഞാൻ വിളിക്കാം. ശരി സർ. രാഹുൽ കോൾ കട്ട് ചെയ്തു. കിഷോർ കോൾ കട്ട് ചെയ്ത് കുറച്ചുനേരം വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കാടുകയറി. കേട്ടത് വിശ്വസിക്കാനാകുന്നില്ല. ഒരു വെൽ ട്രെയിൻഡ് കമാൻഡോ ചെയ്യുന്ന കൊലപാതകങ്ങൾ. കൊലകൾ കാടുകളിൽ നടക്കുന്നതിന്റെ മുഖ്യ കാരണം അതുതന്നെ. ഹീ ഈസ് ഹൈലി സ്കിൽഡ് ഇൻ ജംഗിൾ വാർഫെയർ. അവന് ശത്രുക്കളെ സെക്കൻഡുകൾക്കുള്ളിൽ കൊല്ലാനാകും. അവരെ അങ്ങനെയാണ് പരിശീലിപ്പിച്ചെടുത്തിരിക്കുന്നത്. വെറും കൈ മാത്രം മതി, കൂടെ മർമ്മവിദ്യയും. എ കംപ്ലീറ്റ് ഹ്യൂമൻ വെപ്പൺ. പക്ഷേ എന്തിനു മാധവൻ മാഷിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണം? അയാളും മാഷും തമ്മിൽ എന്ത് ബന്ധം? പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കിഷോർ മൊബൈൽ എടുത്ത് അക്ബറിനെ വിളിച്ചു. ഹലോ അക്ബർ. ആ, പറ സാറേ. അക്ബർ ഉറക്കത്തിന്റെ ആലസ്യത്തിൽ കോളെടുത്തു. അക്ബറെ, ആ മാധവൻ മാഷിന്റെ മകൾ കല്യാണം കഴിക്കാനിരുന്ന ചെറുക്കനെക്കുറിച്ച് തന്റെ കയ്യിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടോ? അയ്യോ ഇല്ല സാറേ. അതത്ര വലിയ പ്രാധാന്യമുള്ളത് അല്ലാത്തതുകൊണ്ട്
കളക്ട് ചെയ്തിരുന്നില്ല. ആ പിന്നെ, പയ്യൻ പട്ടാളത്തിലായിരുന്നു എന്ന് കേട്ടിരുന്നു. കല്യാണക്കുറി ഒരെണ്ണം എവിഡൻസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്താ സാറേ? ഏയ് ഇല്ല, ഒന്നുമില്ല. താൻ വെച്ചോ. കിഷോർ കോൾ കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ കിഷോർ വണ്ടിയെടുത്ത് പോലീസ് റെക്കോർഡ്സ് ഓഫീസിലേക്ക് പോയി. കോരിച്ചൊരിയുന്ന മഴ വകവയ്ക്കാതെ അയാൾ പരമാവധി വേഗത്തിൽ ജീപ്പ് ഓടിച്ചു. ഏകദേശം അരമണിക്കൂർ കൊണ്ട് റെക്കോർഡ്സ് ഓഫീസിലെത്തി. തിടുക്കപ്പെട്ട് അയാൾ മാധവൻ മാഷിന്റെ കേസ് ഫയൽ തപ്പിയെടുത്ത് പരിശോധിച്ചു. അതിൽ നിന്നും ഒരു കല്യാണക്കുറി കിട്ടി. കിഷോർ വിറയ്ക്കുന്ന കൈകളോടെ അതെടുത്ത് വായിച്ചു. അയാൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കല്യാണക്കുറിയിലെ വരന്റെ പേര് കണ്ട കിഷോർ കുറച്ചു നേരത്തേക്ക് സ്തബ്ധനായി നിന്നു. വരൻ ദീപു രാഘവൻ, സൺ ഓഫ് രാഘവൻ മന്നിശ്ശേരി. മന്നിശ്ശേരിയിൽ വീട്, മുണ്ടൂർ, പാലക്കാട്. കിഷോറിന് തല ചുറ്റുന്നതുപോലെ തോന്നി. ഒടുവിൽ ആ കൊലയാളിയെ കണ്ടെത്തി. ഇത്രനാളും പോയ വഴികളിൽ ശ്രദ്ധിക്കാതെ പോയ കൊലയാളി. മകൻ പട്ടാളത്തിലാണെന്ന് രാഘവൻ ഗുരുക്കൾ പറഞ്ഞപ്പോഴും, ചെറുമകനും മർമ്മരഹസ്യം കൈമാറിയിട്ടുണ്ടെന്ന് ഒതേനൻ ഗുരുക്കൾ പറഞ്ഞപ്പോഴും, ആർദ്രയുടെ വരൻ ഒരു പട്ടാളക്കാരനായിരുന്നെന്ന് അമ്പലത്തിൽ വെച്ച് ആ വൃദ്ധൻ പറഞ്ഞപ്പോഴും വേണ്ടവിധം ശ്രദ്ധിക്കാതെ പോയ വലിയൊരു തെളിവ്. ഈ സീരീസിൽ അടുത്ത കൊലപാതകം ആരുടേതാണെന്ന് ഇതിനോടകം തന്നെ കിഷോർ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. തന്റെ സ്വത്തുക്കൾ പോകാതിരിക്കാൻ സുഹൃത്തായ എഞ്ചിനീയറെ സ്വാധീനിച്ച് ഒരു പാവം മനുഷ്യന്റെ സ്വപ്നങ്ങളിലേക്ക് ഇടിച്ചു കയറി അയാളുടെ ജീവിതം തകർത്തെറിഞ്ഞ പോലീസുകാരൻ DVSP സത്യമൂർത്തി. പെട്ടെന്നാണ് കിഷോറിന്റെ ചിന്തകളെ ഞെട്ടിച്ചുകൊണ്ട് മൊബൈൽ റിങ് ചെയ്തത്. കിഷോർ മൊബൈൽ ചെവിയോട് ചേർത്തു. അക്ബർ ആയിരുന്നു മറുതലയ്ക്കൽ. സാറേ, ഇപ്പോ ചന്ദ്രന്റെ കോളുണ്ടായിരുന്നു. നമ്മുടെ സത്യമൂർത്തി സാറ്. അക്ബർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. DYSP സത്യമൂർത്തി കൊല്ലപ്പെട്ടു അല്ലേ? ബാക്കി ഭാഗം പൂരിപ്പിക്കാൻ എന്ന വണ്ണം കിഷോർ കൂട്ടിച്ചേർത്തു. ആ അതെ. സാറെങ്ങനെ അറിഞ്ഞു? എനിക്കാകെ എന്തു ചെയ്യണമെന്നറിയില്ല സാറേ, അക്ബർ കിതച്ചുകൊണ്ട് പറഞ്ഞു. അറിഞ്ഞു. അക്ബർ ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. കിഷോർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ബെഡിലേക്കിട്ട ശേഷം നിർവികാരനായി കസേരയിലേക്കിരുന്നു. നാളുകൾ കടന്നുപോയി. പിന്നീടൊരിക്കലും അതുപോലൊരു കൊലപാതകം ഉണ്ടായിട്ടില്ല. കേരളമാകെ ചാനൽ ചർച്ചകളും വാഗ്വാദങ്ങളും അലയടിക്കുന്നു. സീരിയൽ കില്ലറെ പേടിച്ച് ആരും രാത്രി പുറത്തിറങ്ങാത്ത അവസ്ഥ. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കുറ്റപ്പെടുത്തി ചർച്ചകളും വാക്പോരും നിത്യം നടക്കുന്നു. പോലീസിന്റെ അനാസ്ഥയെ കുറ്റപ്പെടുത്തി സമരവും പ്രക്ഷോഭവും വർദ്ധിച്ചു വന്നു. 7 നിരപരാധികളെ കൊന്ന കൊടും കുറ്റവാളിയെ ഇരുമ്പഴിക്കുള്ളിലാക്കാൻ സാധിക്കാത്ത ഭരണകൂടത്തിനെ ജനങ്ങൾ കണക്കറ്റ് പരിഹസിച്ചു. എല്ലാവരുടെയും കണ്ണിൽ തോമസും ശേഖരമേനോനും സത്യമൂർത്തിയും എല്ലാം തീർത്തും നിരപരാധികളായിരുന്നു. CI ജയ് കിഷോറിനെ കേസന്വേഷണത്തിൽ കെടുകാര്യതകൊണ്ട് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ട് DGP ഉത്തരവിട്ടു. അക്ബറിനും ചന്ദ്രനും താക്കീത് നൽകി അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കി. അന്തർ സംസ്ഥാന കൊലയാളികൾ ആകാമെന്നുള്ള നിഗമനത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ ഉത്തരവായി. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ഒടുവിൽ എങ്ങും എത്താതെ ആ അന്വേഷണം തെളിയാത്ത കേസുകളുടെ പട്ടികയിൽ മറ്റൊരു തെളിയാത്ത കേസായി ഇടം നേടി. കൽപ്പാത്തിയിലെ ഒരു സായാഹ്നം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പാലക്കാടിന്റെ അഗ്രഹാര തെരുവ്. ആചാരപ്പഴമയുടെ കോലവരകൾ തിലകം ചാർത്തിയ ഗ്രാമം. എന്നും മുടങ്ങാതെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുന്ന ഭക്തിയുടെ രഥചക്രമരുളുന്ന പൈതൃക തെരുവ്. വിശ്വനാഥസ്വാമി ക്ഷേത്രമാണ് കൽപ്പാത്തിയുടെ ഹൃദയം. കൽപ്പാത്തി ഉണരുന്നതും ഉറങ്ങുന്നതും വിശ്വനാഥന്റെ നാമം ഉരുവിട്ടുകൊണ്ടാണ്. കിഴക്ക് മലമ്പുഴ കുന്നുകൾ, താഴ്വാരത്ത് വെള്ളിച്ചിലങ്കയണിഞ്ഞ് കുണുങ്ങിയൊഴുകുന്ന കൽപ്പാത്തിപ്പുഴ. കൽപ്പാത്തിപ്പുഴയുടെ ഓളങ്ങളിലേക്ക് നോക്കി തീരത്തെ ഒരു ചെറിയ പാറക്കൂട്ടത്തിലിരുന്ന് ഒരു ചെറു പുഞ്ചിരിയോടെ കിഷോർ കൈക്കുമ്പിളിൽ ജലം കോരിയെടുത്തു. കൽപ്പാത്തി രഥോത്സവത്തിന്റെ അവസാന നാളുകൾ. അഗ്രഹാരം വിശ്വനാഥ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. എവിടെയും സന്തോഷപൂത്തിരികൾ മാത്രം. കയ്യിലൊരു കുമ്പിളിൽ പ്രസാദവുമായി ദീപു കിഷോറിനടുത്തെത്തി അരികിലായിരുന്നു. ദാ പ്രസാദം, കഴിക്ക്. ദീപു കിഷോറിന് നേരെ പ്രസാദം നീട്ടി. കിഷോർ 2 കൈയിലുമായി അത് വാങ്ങി മനസ്സിൽ വിശ്വനാഥനെ സ്മരിച്ച് അത് വായിലേക്കിട്ടു.
സായാഹ്ന സൂര്യൻ മറഞ്ഞു തുടങ്ങിയിരുന്നു. ഇതുവരെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ആർദ്രയോട് പ്രണയമായിരുന്നോ അതോ സൗഹൃദമായിരുന്നോ? ഒരു ചെറു പുഞ്ചിരിയോടെ കിഷോർ ദീപുവിനോട് ചോദിച്ചു. ചെറുപ്പം തൊട്ടേ ആർദ്രയോട് എനിക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ പക്വതയില്ലാത്ത പ്രായത്തിൽ എനിക്ക് തോന്നിയത് ഇഷ്ടമാണോ പ്രണയമാണോ എന്നറിയില്ല. പക്ഷേ പിന്നീട് ഇതുവരെ ആരും എൻ്റെ മനസ്സിൽ കയറിയിട്ടില്ല. അപ്പോ അത് പ്രണയമായിരിക്കും അല്ലേ? കിഷോർ ഒരു കുസൃതി ചിരിയോടെ ദീപുവിനെ നോക്കി. മറുപടിയായി ദീപു ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ കല്ലെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു. താൻ അന്വേഷണം തുടങ്ങിയ അന്നു മുതൽ ഞാൻ തൻ്റെ പുറകെയുണ്ടായിരുന്നു. മുത്തശ്ശനെ കാണാൻ എൻ്റെ വീട്ടിൽ വന്ന കാര്യം അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പിടിക്കപ്പെടുമോ എന്നൊന്ന് പേടിച്ചു. പക്ഷേ പിടിക്കപ്പെട്ടാലും അത് സത്യമൂർത്തിയെ കൂടി കൊന്നതിന് ശേഷമേ ഉള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഞാൻ അയാളെ തട്ടിയതിനു ശേഷം തെളിവൊന്നും ലഭിച്ചില്ല എന്നുള്ള തൻ്റെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി താൻ എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് എന്നെ കാട്ടിക്കൊടുക്കാഞ്ഞതാണെന്ന്. അതിനുമപ്പുറം എന്തോ ഒരു ബന്ധം തനിക്ക് ഈ കേസിൽ ഉണ്ടെന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് സധൈര്യം തന്നെ കാണാൻ ഞാൻ വന്നത്. ഞാനും ആർദ്രയും തമ്മിൽ ഒരുപാട് അടുത്തു പോയിരുന്നു. വിവാഹം നിശ്ചയിച്ചതിനു ശേഷം ഒരിക്കലും പിരിയാൻ കഴിയാത്തവണ്ണം. മാഷും കുടുംബവും മരിച്ചു കഴിഞ്ഞ് ഞാൻ കുറേ അന്വേഷണം നടത്തിയപ്പോഴാ സത്യങ്ങൾ അറിഞ്ഞത്. അവന്മാരെ നിയമത്തിന് കൊടുത്താലും സുഖമായിട്ട് പുറത്തു വരും എന്നുറപ്പാണ്. അപ്പോ നാടിന് വിപത്തായ ശത്രുക്കളെ, എൻ്റെ ആർദ്ര ഇല്ലാതാകാൻ കാരണക്കാരായവരെ ഞാൻ തന്നെ അങ്ങ് ഇല്ലാതാക്കി. ദീപു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. അപ്പോ എന്താ ഇനി തൻ്റെ പ്ലാൻ? കിഷോർ തിരക്കി. നാളത്തെ കേരള എക്സ്പ്രസ്സിന് ഞാൻ ഡൽഹിക്ക് പോവും. CSTയിൽ ചിലപ്പോൾ ഭീകരാക്രമണം നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. സോ ഞങ്ങളുടെ 9 പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ഒരു ടീം അങ്ങോട്ട് ഉടനെ പുറപ്പെടണം. ജീവൻ നൽകിയും ഈ നാടിനെ ഞങ്ങൾ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. തൻ്റെ പ്ലാൻ എന്താണ്? തൻ്റെ സസ്പെൻഷൻ നാളെ തീരുവല്ലേ? ദീപു കിഷോറിനോട് തിരക്കി. അതെ, വിത്ത് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ. പക്ഷേ നാട്ടിൽ തന്നെ. സീതത്തോട് ഏരിയ. മറ്റന്നാൾ ചാർജ് എടുക്കും. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദീപു എണീറ്റു. വാ, നട തുറക്കാറായി. ഭഗവാനെ തൊഴുതിട്ട് പിരിയാം. ഇരുട്ട് വീഴാൻ തുടങ്ങിയിരുന്നു. എല്ലാ കഥകളിലും അവസാനം പോലീസ് കൊലപാതകയെ കണ്ടെത്തും, ശിക്ഷിക്കും, പേരെടുക്കും. പക്ഷേ ഈ കഥയിൽ ക്ലൈമാക്സ് അങ്ങനെ വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചു കാണും. അല്ലെങ്കിൽ തന്നെ ശിക്ഷിക്കാൻ അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ്റെ സ്ഥാനത്ത് താനായിരുന്നേലും ഇതേ ചെയ്യൂ. അവൻ അവൻ്റെ പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയവരെ, നാടിന് ദോഷം ചെയ്തവരെ കൊന്നുകളഞ്ഞു. ശത്രുക്കളെ കൊല്ലുന്നത് അതവൻ്റെ ജോലി. അവനത് ഭംഗിയായി ചെയ്തു. ആരോ പറഞ്ഞ പോലെ ഭംഗിയുള്ളതെന്തും അങ്ങനെ തന്നെ നിൽക്കട്ടെ, എന്നെന്നും കാണാമറയത്ത്. ഒരുപക്ഷെ ദൂരെ ഏതെങ്കിലും ലോകത്തിരുന്ന് ആർദ്ര എല്ലാം കാണുന്നുണ്ടാകും. കിഷോർ കണ്ണുകളിലെ ഈറൻ തുടച്ചുകൊണ്ട് പടവുകൾ കയറി ദീപുവിനൊപ്പം വിശ്വനാഥന്റെ മുന്നിലേക്ക് നീങ്ങി. അന്തരീക്ഷം മന്ത്രോച്ചാരണങ്ങളാലും പ്രാർത്ഥനകളും കൊണ്ട് മുഖരിതമായി. എങ്ങെങ്ങും വിശ്വനാഥ നാമം മാത്രം. ആ ഭക്തി നിർഭരമായ സന്ധ്യയെ കുളിരണിയിച്ചുകൊണ്ട് ആരോ ഗണേശ പഞ്ചരത്നം ആലപിച്ചു. അതൊരു തെന്നൽ പോലെ കൽപ്പാത്തിപ്പുഴയെ തഴുകിക്കൊണ്ട് കടന്നുപോയി. കൂട്ടുകാരെ, കഥ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.